നല്ല ചീസി ആയിട്ടുള്ളൊരു ചിക്കൻ പാസ്ത ആയാലോ. നാട്ടിലിപ്പം മഴയൊക്കെ തുടങ്ങിയില്ലേ. ഈ മഴയത്തിരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. അതിനുവേണ്ടി കുറച്ച് ചിക്കനിലേക്ക് മസാലയൊക്കെ തേച്ച് ആ മസാലയൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ അത് അങ്ങനെ വെച്ചിട്ട് അതെടുത്തൊന്ന് ഫ്രൈ ചെയ്യണം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഉള്ളിയും തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളൊരൽപ്പം ഹെൽത്തി പാസ്ത എന്നൊരു വഴിക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ സോസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടൊമാറ്റോ കൂടെ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ഈ ടൊമാറ്റോയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കൻ പാസ്തയ്ക്ക് നല്ല രുചി കൂട്ടും. ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ പൊരിച്ച എണ്ണയില്ലേ, അതിലേക്ക് കുറച്ചും കൂടെ സവാളയൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ആ ഉള്ളി തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്ത വേവിക്കുന്നതാണ്. നമ്മളിവിടെ ഗോതമ്പിൻ്റെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. പാസ്ത നന്നായിട്ട് വേവിക്കണം. നന്നായിട്ട് വേവിച്ച പാസ്ത നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാനും നമ്മുടെ ഈ മസാലയെല്ലാം നമ്മുടെ ഈ ഒരു പാസ്തയിലേക്ക് പിടിക്കാനും വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റിയിട്ട് ആ ചിക്കനെ നമുക്ക് ഈ പാസ്തയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ചീസും കൂടെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഈ ചീസും ചിക്കനും ടൊമാറ്റോയും എല്ലാം കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ കാണാം. See you soon.